കോഴിക്കോട് പോലീസുകാർക്ക് നേരെ തോക്കുചൂണ്ടിയും സ്ഫോടക വസ്തു എറിഞ്ഞും ആക്രമണം. 4 ഉദ്യോഗസ്ഥർക്ക് സാരമായി പരിക്കേറ്റു. പ്രവാസിയെ തട്ടിക്കൊണ്ടുപോയ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് എത്തിയ പാലക്കാട് പോലീസിന് നേരെയായിരുന്നു ആക്രമണം ഉണ്ടായത്. അതിനനുസരിച്ച് ഇങ്ങോട്ട് വന്നു. വന്നിട്ട് ഇവർ ഞങ്ങളെ ആക്രമിക്കുകയായിരുന്നു. തോക്ക് കീഴ്പ്പെടുത്താൻ നോക്കുന്ന സമയത്ത് അത് ഏർപടക്കം വരുന്നു. എന്താലേ കോഴിക്കോട് മാവൂരിൽ നമ്മളെ നാട്ടിലാട്ടോ പോലീസുകാര് പ്രതികളെ പിടിക്കാൻ വേണ്ടി ചെന്നപ്പോ പോലീസുകാർക്ക് നേരെ സ്ഫോടക വസ്തുക്കൾ എറിഞ്ഞിട്ട് പോലീസുകാർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. പോരാത്തതിന് ഇവരെടുത്ത് ലൈസൻസ് ഇല്ലാത്ത തോക്കുകൾ ഉണ്ടെന്ന് പറഞ്ഞു. ഒരൊറ്റ സംശയം കേട്ടോ, നമ്മൾ അറിവില്ലായ്മ കൊണ്ട് ചോദിക്കാന്ന് വിചാരിച്ചാൽ മതി, ഒന്നും വിചാരിക്കണ്ട. ആർക്കെങ്കിലും അറിയാണെങ്കിൽ ഒന്ന് ദയവ് ചെയ്തിട്ടൊന്ന് പറഞ്ഞിരുന്നേ. ഞാനിങ്ങനെ കുറെ കാലമായിട്ട് ചോദിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പം ചോദിക്കാൻ പറ്റിയൊരു സമയമാണ്. നമ്മൾ വാർത്തകളിലൊക്കെ കാണലുണ്ട്, കൊടും ക്രിമിനലുകളായ കൊലപാതകങ്ങൾ ചെയ്ത ആളുകൾ വരെ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവരെ മുഖമൊക്കെ മൂടിയിട്ട് ആളാരാന്ന് അറിയില്ല നമുക്ക്. ആ മൂടി പൊതിച്ചിട്ടാണ് ഓരോ ജയിലിലേക്ക് കൊണ്ടുപോകല് അല്ലെ. അതുപോലെ തന്നെ ഇവിടെ പോലീസുകാരെ ആക്രമിച്ചിട്ടും ഈ പ്രതികളെ മുഖം മൂടിയിട്ട് വളരെ സേഫായി ഓരോ അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. ഞാൻ ഒന്ന് ചോദിച്ചു നോക്കുക, സത്യത്തിൽ ഇത് ജനങ്ങളോട് ചെയ്യുന്ന ഒരു ചതിയല്ലേ അല്ലേ? പറയാനുള്ള കാരണം എന്താ അറിയോ, ഇവരെന്തായാലും ഇവരെ പിടിപാട് ഉപയോഗിച്ചിട്ട് കുറച്ച് ദിവസത്തിന്റെ ഉള്ളിൽ ജാമ്യത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവര് വീണ്ടും ഈ പണി തന്നെ എടുക്കും. അറിയണ പണി തന്നെ ആയതുകൊണ്ട് ഇവര് തന്നെ എടുക്കൂ. അങ്ങനെ ഇവരെ ഇറങ്ങിയിട്ട് ഇവരെ ജോലിക്ക് വേണ്ടി ഇവര് ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്ന അവസരത്തിലെ ഏതെങ്കിലും പാവപ്പെട്ടവന്റെ അടുത്ത് പോയി ഇരുന്ന് കഴിഞ്ഞാല് അറിയാതെ ആ പാവപ്പെട്ടവൻ ഇവരെ തോളിലട്ടം കൈയിട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഇവന്റെ കൈമുള്ള തോക്കെടുത്തിട്ട് കാച്ചൂലവന് അല്ലെ, ആ പാവപ്പെട്ടവൻ തീർന്നൂലെ. അതുകൊണ്ട് ഇത്തരം ക്രിമിനലുകളായ ആളുകൾ, ഇവന് ഈ എടുത്തിരിക്കുന്നവന് ക്രിമിനലാന്ന് അറിയണമെങ്കിൽ ഇവന്റെ മുഖം കാണിച്ചാലല്ലേ 4 ആൾ അറിയുള്ളൂ. ഇവൻ ബസ് കയറി കഴിഞ്ഞാൽ ഇവന്റെ അടുത്ത് ഇരിക്കേണ്ട, വേറെ പോയി ഇരിക്കുക, ഇവന് ക്രിമിനലാണ് എന്നുള്ള ബോധ്യം ഉണ്ടാവണമെങ്കിൽ ഇവന്റെ മുഖം കാണണ്ടേ? അല്ലെ ഞാൻ അറിയിട്ട് വയ്ക്കട്ടോ, അല്ലെ ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടോ? നിങ്ങൾ പറയും. എങ്ങനെ അപ്പൊ മനസ്സിലാവുക? ശരിക്കും ഇത് ജനങ്ങളോട് ചെയ്യുന്ന ഒരു കൊടും ചതിയാന്നാണ് എന്റെ ഒരു അഭിപ്രായം കേട്ടോ. ഇനി ഇതിന്റെ മറുവശം എന്താണെന്നൊന്നും അറിയില്ലട്ടോ എനിക്ക്. ഞാൻ ചോദിക്കാൻ എല്ലാരും ഇങ്ങനെ കൊണ്ടുപോകുന്നത് കൊണ്ട് നാളെ മറ്റന്നാളെ വരും നമ്മളെടുത്ത് ഇരുന്ന് കഴിഞ്ഞാൽ തിരിച്ചറിയേണ്ടതാ അന്ന് ആ TV യിൽ കണ്ട ആ ചെങ്ങായി എന്നുള്ളത്.